കുറേ സംശയങ്ങളുള്ള ചോദ്യങ്ങളാണ് ചോദിച്ചത്. എനിക്ക് തോന്നുന്നത് നല്ല സംശയങ്ങളാണ്, ആരോഗ്യകരമായിട്ടുള്ള പൊതുജനങ്ങളതും ആയിട്ടുള്ള സംശയങ്ങളുണ്ടാവാം. അതൊക്കെ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണല്ലോ ഈ സ്വറ പറച്ചിൽ. ഓക്കെ, മനസ്സിൽ ഏറ്റവും സന്തോഷം നൽകിയ നിമിഷങ്ങളുണ്ടാവും. കാരണം അതിപ്പോൾ വലിയ ഭാരിച്ച സംഭവം എന്ന് പറഞ്ഞാൽ പുറത്തുനിന്ന് നോക്കി കാണുമ്പോൾ ഇത് വലിയ സംഭവം എന്നല്ലാതെ തോന്നുന്നുണ്ടാവും. പക്ഷെ അതിലേക്ക് ഇറങ്ങിച്ചെന്ന് അതിലുള്ള പ്രത്യേകിച്ച് ഒരുപാട് ആളുകളുണ്ടാവും അല്ലേ. എന്താണ് മറക്കാനാവാത്ത ഒരനുഭവം? അതൊന്ന് പറഞ്ഞാൽ നിങ്ങളെ, എനിക്കത് കേൾക്കാൻ കൊതിയായി. നമുക്ക് ഈ മേഖലയിൽ പ്രവർത്തിക്കുമ്പോഴേ ഏറ്റവും സന്തോഷമുള്ള ഒരു കാര്യം, ആ സന്തോഷമുള്ള കാര്യത്തിലേക്കാണ് നിങ്ങൾ ചോദ്യം കൂടെ വന്നത് എന്നുള്ളത് ഒരു വളരെ സന്തോഷമുള്ള കാര്യമാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്ന്, ഇത് തുടക്കത്തിൽ 2008 എൻ്റെ ഓർമ്മയുള്ളത്. അന്ന് നമ്മുടെ അലനല്ലൂർ ഭാഗത്തുള്ള 2 സഹോദരങ്ങൾ, അവർക്ക് എന്താ വെച്ചാൽ 10ാം ക്ലാസ് വരെയൊക്കെ അതേപോലെ തന്നെ 9ാം ക്ലാസ് വരെയൊക്കെ ശരിക്ക് ശാരീരികമായ ഒരു പ്രയാസമില്ലാതെ ഓടിച്ചാടി നടന്ന ആളുകളാണ്. അവരുടെ മസിലിന് ചെറിയ പ്രയാസം വന്ന് അത് വീക്കായി നടക്കാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്കൊക്കെ വന്നു. ആ സമയത്ത് നമ്മൾ പാലിയേറ്റീവിൻ്റെ ആദ്യത്തെ ആ ഒരു വളണ്ടിയർ NHC ഹോം കെയർ നടത്തുന്ന സമയത്ത് അവിടെ കൂടെ പോയ ഒരാളാണ് ഞാൻ. അവിടെ ചെല്ലുമ്പോൾ ഒരു വീട്ടിൽ അവർ 4 സഹോദരങ്ങളാണുള്ളത്. ഒരാൾ കുഴപ്പമൊന്നുമില്ല, അവർ അലനല്ലൂർ ഒരു കച്ചവടമൊക്കെ ആയിട്ട് പോകുന്നുണ്ട്. ബാക്കി 3 സഹോദരങ്ങളിലും 3 പേർക്കും ഇതേ സെയിം അസുഖം വന്നിരിക്കുകയാണ്. അവരെ വീട്ടിലാരുമില്ല. ആ വീട്ടിൽ അവരുടെ ഒരു ജ്യേഷ്ഠൻ എന്ത് ചെയ്തിട്ടുണ്ട്, ഞങ്ങൾ എത്തുന്നതിൻ്റെ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ഈ അസുഖം വന്നിട്ട് മരണപ്പെട്ടിട്ടുണ്ട്. അതിൽ പിന്നെ 2 പേരാണ് അവിടെ ബാക്കിയുള്ളത്. അപ്പോൾ ഈ 2 പേരും പിന്നെ പ്രതീക്ഷിക്കുന്നത് എന്താണ്, തങ്ങളുടെ സഹോദരന് സംഭവിച്ചതുപോലെ തന്നെ മരണത്തെ കാത്ത് കിടക്കുന്ന സമയത്താണ് നമ്മൾ ചെല്ലുന്നത്. നമ്മളവിടെ ചെന്ന് ആ ഒരു പ്രതീക്ഷ നൽകുന്ന സമയം ആണ്. ഫസ്റ്റ് ചെന്ന് കാണുന്ന സമയത്ത് അവർ ആകെ ആവശ്യപ്പെട്ടൊരു കാര്യം എന്താ അറിയോ, ഞങ്ങളെ മരിപ്പിക്കാനുള്ള വല്ല മരുന്നുണ്ടോ എന്നുള്ളതാണ്. അങ്ങനെ അവരോട് വർത്തമാനം പറഞ്ഞ് കമ്പനിയായി നമ്മുടെ കൂടെ ഉണ്ട് എന്ന് പറഞ്ഞ് അവർക്ക് അയൽവാസികളാണ് അത് ചെയ്യുന്നത്. ചോറൊക്കെ ഉണ്ടാക്കിയിട്ട് അവിടെ കൊണ്ടുപോയി കൊടുക്കും. അവർ ഭക്ഷണം കഴിക്കുക കഴിഞ്ഞാൽ അവരെടുത്തുകൊണ്ടും അവരുടെ പ്രാഥമിക ആവശ്യങ്ങൾ വീൽ ചെയറിൽ പോയിട്ട് അവരെന്ത് ചെയ്യും, ബാത്റൂമിൽ പോകും, കാര്യങ്ങളും. 2 ആളും അപ്പുറത്തൊരാൾ പുറത്തിങ്ങനെ മുഖം നോക്കി കിടക്കുന്ന അവസ്ഥയാണുള്ളത്. പക്ഷെ അത് പാലിയേറ്റീവ് ഇടപെട്ടപ്പോൾ ഉണ്ടായൊരു സന്തോഷം എന്താണെന്ന് വെച്ചാൽ, അവർ കുറച്ച് കാലം കഴിഞ്ഞ് നമ്മളോട് ഒരാവശ്യം പറയണത് എന്താ അറിയോ, ഞങ്ങൾക്ക് ഈ വീടിൻ്റെ മുമ്പിൽ ചെറിയൊരു ഷെഡൊക്കെ കെട്ടിയാൽ ഒരു കച്ചവടം നടക്കും, അപ്പോൾ അതിനെന്തെങ്കിലും സഹായം ചെയ്യാൻ പറ്റുമെന്നാണ്. അപ്പോൾ അത് അലനല്ലൂർ തന്നെയുള്ള ഒരു സംഘടന അത് ഏറ്റെടുക്കുകയും, അവർക്ക് ജമാഅത്ത് ഇസ്ലാമിൻ്റെ സംഘടനയാണ് അത് ഏറ്റെടുത്തതെന്നാണ് എൻ്റെ ഓർമ്മ. അവർ അതിനെ സപ്പോർട്ട് ചെയ്ത് അവരവിടെ കച്ചവടമൊക്കെ നടത്തി ഉഷാറായി. ആ റീചാർജ് അന്ന് നമ്മുടെ എക്സിക്യൂട്ടീവ് മെമ്പേഴ്സൊക്കെ റീചാർജ് ചെയ്യൽ പലപ്പോഴും അവിടുന്നായിരുന്നു. എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് റീചാർജ് വിളിച്ചു പറയും, അവർക്ക് കിട്ടുന്ന തുടക്കത്തിൽ അങ്ങനെ എല്ലാവരും സപ്പോർട്ടുണ്ടായിരുന്നു. കച്ചവടമൊക്കെ നന്നായി. അതിൻ്റെ ശേഷം അവരാവശ്യപ്പെട്ടെന്താ വെച്ചാൽ, നമ്മുടെ മലപ്പുറം ജില്ലയിൽ തൊട്ടടുത്ത പ്രദേശത്ത് നിന്ന് തന്നെ 2 കുട്ടികൾ വില്ലിങ് ആയിട്ടുണ്ട്, ഞങ്ങൾക്ക് അവരെ കല്യാണം കഴിച്ചാൽ തിരക്കടില്ല, നിങ്ങളൊന്ന് അതിനെ ഹെൽപ്പ് ചെയ്യണമെന്നാണ്. സത്യം പറഞ്ഞാൽ അതിൻ്റെ മഹർ കാര്യങ്ങളൊക്കെ നമ്മളുമായിട്ട് ബന്ധപ്പെട്ടാണ്, നമ്മൾ എന്ന് പറഞ്ഞാൽ പാലിയേറ്റീവായിട്ട് ബന്ധപ്പെട്ടാണ് അതിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അവർ വളരെ റാഹത്തിലാണ്. ഞാൻ അങ്ങനെ ഓർക്കുമ്പോൾ അതിലൊരാൾ കഴിഞ്ഞ വർഷത്തിൽ താജ്മഹലിൻ്റെ മുമ്പിൽ നിന്നിട്ട് ഫോട്ടോ എടുത്തിട്ടാണ് നമുക്ക് അയച്ചിരുന്നത്. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കാണുമ്പോൾ നമ്മൾ ചോദിക്കാറുണ്ട്, പണ്ട് പറഞ്ഞത് ഓർമ്മയുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഭയങ്കര ചിരിക്കും. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ മരിക്കല്ല വേണ്ടത്, ഇപ്പോൾ ജീവിക്കുകയാണെന്നുള്ളതാണ്. അലനല്ലൂരൊക്കെ ഉള്ളൊരു അമ്മ ഉണ്ടായിരുന്നു. ആ അമ്മ പലപ്പോഴും നമ്മുടെ ഒരു വളണ്ടിയറോട് പറയലേ, നീ എൻ്റെ പറക്കാതെ പോയ മകനാണെന്ന്. ആ ബന്ധം, ആത്മബന്ധം, അവരുടെ കാര്യത്തിൽ ഇടപെടുക, അതേപോലെ തന്നെ നമ്മളീ പോകുന്നതൊന്നും എന്ത് ചെയ്യില്ല, പുറത്ത് ഓപ്പണായിട്ട് പറയും. നിങ്ങളൊരാവശ്യം, ഞാനൊരു പേഷ്യൻ്റ് ആണെങ്കിൽ, നിങ്ങൾ പാലിയേറ്റീവിൻ്റെ പ്രവർത്തകനാണെങ്കിൽ, എൻ്റെ ഒരാവശ്യം എനിക്ക് എങ്ങനെ പറയാൻ കഴിയും? നിങ്ങളോട് ഓപ്പണായിട്ട് എൻ്റെ ആളായിട്ട് എന്ത് പറയാൻ പറ്റും. എൻ്റെ അടുത്തുള്ള എന്തെങ്കിലും മോശം ഉണ്ടെങ്കിൽ നിങ്ങളത് എന്ത് ചെയ്യൂല, വേറെ ആരോടും അത് ഷെയർ ചെയ്യൂല എന്നുള്ള ധൈര്യത്തിൽ പറയാൻ പാലിയേറ്റീവിൽ പറ്റുന്നു. അതാണ് ഈ പേഷ്യൻസിന്, ഈ നമ്മുടെ സിസ്റ്റേഴ്സിനോടും വളണ്ടിയേഴ്സിനോടും ഒക്കെ ഉള്ള ഒരു ബന്ധം എന്ന് പറയുന്നത്. ഈ തിരക്ക് പിടിച്ച ജീവിതത്തിനിടയിൽ മറ്റുള്ളവരുടെ കൂടെ മറ്റുള്ളവരെ കേൾക്കാൻ തയ്യാറാവുക എന്നുള്ളത് വലിയൊരു സംഭവമാണ്. മറ്റുള്ളവരുടെ വിഷമത്തിൻ്റെ കൂടെ നിൽക്കുക, അവർക്ക് ഒപ്പം ചേർന്ന്
എൻ്റെ വിഷമം കൂടിയാണ് നിൻ്റേത് എന്ന് ബോധ്യപ്പെടുത്തി അവരെ പിടിച്ച് കരകയറ്റി കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ വലിയൊരു സംഭവമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. കാരണം എന്താ വെച്ചാൽ ഞാൻ സത്യം പറഞ്ഞാൽ ഇങ്ങനെ ചെയ്തിട്ടില്ല. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ തന്നെയുള്ളൊരു സംവിധാനമാണ്. പക്ഷെ ഞാൻ ഇന്നേ വരെ പാലിയേറ്റീവിൻ്റെ വാഹനത്തിൽ ഡ്രൈവറായിട്ട് പോവുകയും അല്ലെങ്കിൽ വളണ്ടിയറായിട്ട് പോവുകയും ഒന്നും ചെയ്തിട്ടില്ല. ഈ വളണ്ടിയർ സംവിധാനത്തിന് എന്താ ചെയ്യണ്ടേ? ഇനിയിപ്പോൾ അതേപ്പം നടക്കുള്ളൂ. വളണ്ടിയർ ആവാൻ വേണ്ടിയിട്ട് പെയിൻ ആൻഡ് പാലിയേറ്റീവിൻ്റെ വളണ്ടിയർ ആവാൻ എനിക്ക് താല്പര്യമുണ്ട്. ഞാൻ എന്താണ് ചെയ്യേണ്ടത്? എങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ ട്രെയിനിങ് സംവിധാനങ്ങൾ? വളണ്ടിയർ ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ ശരിക്കും നമ്മൾ എടത്തനാട്ടുകര ക്ലിനിക്കിൽ 5 സ്റ്റെപ്പായിട്ട് വളണ്ടിയർ ട്രെയിനിങ് എന്നുള്ള രൂപത്തിൽ നമ്മൾ പ്ലാൻ ചെയ്ത് നടപ്പാക്കാറുണ്ട്. അത് ചില ആളുകൾക്ക് 1 കിട്ടിയിട്ടുണ്ടാവും, ചില ആളുകൾക്ക് 2 കിട്ടിയിട്ടുണ്ടാവും. ആദ്യകാലങ്ങളിലൊക്കെ നമ്മൾ ഇതിൻ്റെ ട്രെയിനിങ് കോഴിക്കോട് വെച്ച് നടന്നിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ ജില്ലാടിസ്ഥാനത്തിൽ ഇതിൻ്റെ ട്രെയിനിങ് ഒക്കെ നടക്കാറുണ്ട്. അതിലേക്ക് പങ്കെടുപ്പിക്കുകയാണ് ചെയ്യുക. ഇപ്പോൾ നമ്മൾക്ക് ഏകദേശം എടത്തനാട്ടുകര പാലിയേറ്റീവിനെ സംബന്ധിച്ചിടത്തോളം ആക്റ്റീവ് ഹോം കെയർ എന്ന് പറഞ്ഞിട്ട് തന്നെ നമ്മളൊരു ഗ്രൂപ്പുണ്ട്. അതിലെന്താ വെച്ചാൽ ഹോം കെയർ പോയ ആളുകളാണ് ഉണ്ടാവുക. അവർക്കൊക്കെ നമ്മളിപ്പോൾ 2 എന്ത് കൊടുത്തിട്ടുണ്ട്, ട്രെയിനിങ് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ കൂടെ പിന്നെ ഇതിങ്ങനെ കൂടെ ഇരിക്കുമ്പോൾ നമ്മുടെ ഐഡിയക്കനുസരിച്ച് കുറേ സാധനങ്ങൾ വരും. അപ്പോൾ ആദ്യത്തിൽ ഈ ആളുകളെ വിളിക്കുമ്പോഴേ ഞാൻ ഇപ്പോൾ വന്നിട്ട് എന്താ ചെയ്യാനുള്ളത്, ഞാൻ ഇപ്പോൾ അതിൻ്റെ കൂടെ പോന്നിട്ട് എന്താ കാര്യമുള്ളത്, എനിക്കെന്താ ചെയ്യാനുള്ളത്, ആളുകൾക്ക് പേടിയാണ്. ഞാൻ വന്ന എന്തെങ്കിലും അപ്പോൾ ഇവരെ ധാരണ എന്താ വെച്ചാൽ വരുമ്പോൾ സൂചിയൊക്കെ ഉണ്ട് വരുമോ, നേഴ്സ് ചെയ്യേണ്ട പണികൾ ചെയ്യേണ്ടി വരുമോ, അല്ലെങ്കിൽ ഞങ്ങൾ വന്നിട്ട് പ്രത്യേകിച്ച് എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളതാണ്. പക്ഷേ അതിൻ്റെ കൂടെ വരുമ്പോൾ ശരിക്കും വളണ്ടിയർ ഇതെന്ന് വെച്ചാൽ നഴ്സ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിൻ്റെ ഇടയിൽ സംസാരത്തിലൂടെ അവരെ വീട്ടിലത്തെ അവസ്ഥകളും ചുറ്റുപാടും സാമൂഹികമായ ബന്ധങ്ങളും അവർക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അത് ആരെ കണ്ടിട്ടാണ് ശരിക്കും ആദ്യത്തിലൊക്കെ അത് നന്നായിട്ട് നടന്നിരുന്നു. ഇപ്പോൾ ഏകദേശം എല്ലാവരും ആ മൈൻഡിലെത്തിയതുകൊണ്ട് കുഴപ്പമില്ല, കാര്യങ്ങൾ പറയാൻ പറ്റും. അന്ന് നമ്മളിങ്ങനെ ഒരു പേഷ്യൻറ്റിൻ്റെ അടുത്ത് പോയി, ഞാൻ പറഞ്ഞല്ലോ നേരത്തെ കബീർ ഖാൻ്റെ അവസ്ഥ പറഞ്ഞല്ലോ, ആ കബീർ ഖാൻ്റെ അടുത്ത് പോകുമ്പോൾ കബീർ ഖാക്ക് വീട് വേണം, വീട് പ്രശ്നമാണ്. നമ്മളത് അവിടെ ആ പ്രദേശത്തെ ഒരു ടീമിനോടാണ് പറഞ്ഞത്, അവരത് പൂർത്തീകരിച്ചു കൊടുത്തു. അതിൻ്റെ പിരിവിനൊക്കെ പോയ രസമുണ്ട്. നമ്മൾ വലിയൊരു സംഖ്യ കിട്ടുമെന്നൊക്കെ വിചാരിച്ചിട്ട് പോയ അവിടുന്ന് 150 രൂപ ഒരു വീട് പണിക്ക് കിട്ടിയ രസകരമായ അവസ്ഥകളൊക്കെ ഉണ്ട്. അന്ന് അത് അത് ചോദിക്കാൻ പോകുന്ന സമയത്ത് 6 or 7 ബൈക്കിലാണ് പോണത്. ഇത്ര ആളുകൾ എന്ത് ചെയ്തിട്ട് പോയിട്ടില്ല. അവരെണ്ണടിച്ച പൈസ അതിൽ കൂടുതലാണ്. അങ്ങനെ രസകരമായ അനുഭവമുണ്ട്. പക്ഷെ ആ അവസ്ഥയിൽ നിന്നൊക്കെ എന്ത് ചെയ്തു, തുടക്കത്തിലാണ്. അത് പല ആളുകൾക്ക് ഇതെന്താണെന്ന് മനസ്സിലാകാത്ത പ്രശ്നമുണ്ട്, ഇതെങ്ങനെ ഇടപെടേണ്ടത്, ഇവരാരാണ് ടീം എന്നൊക്കെ ഉള്ള സംഗതികൾ. ആളുകൾക്ക് ഇത് ബോധ്യപ്പെട്ടാൽ പിന്നെ ഇതിങ്ങനെ ഓട്ടോമാറ്റിക്കലി നടന്നുകൊണ്ടിരിക്കും. അതിൽ നമ്മൾ കാണേണ്ട എഫേർട്ട് എന്താ വെച്ചാൽ ഇതിനെ എങ്ങനെ പുതിയതായി ആളുകളുടെ ആവശ്യങ്ങളിലേക്ക് എത്തിക്കാം എന്നുള്ള ഒരു നേതൃപരമായ ഇടപെടൽ നടത്തുക മാത്രമാണ് ഇതിൽ ഉണ്ടാവേണ്ടത്. ഈ വളണ്ടിയർ ആയി പോരുന്നതിൽ ഏജ് ഒരു പ്രശ്നമാണോ? കാരണം ഈ പറഞ്ഞ രൂപത്തിലാണ് ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ കുട്ടികളാണെന്നുണ്ടെങ്കിലും മുതിർന്നവരാണെന്നുണ്ടെങ്കിലും കുറച്ച് പ്രായമുള്ള ആളുകളാണെന്നുണ്ടെങ്കിലും പാലിയേറ്റീവിൽ പിന്നെ പല ആളുകൾക്കും ഉള്ള ഒരു പ്രശ്നം എന്താ വെച്ചാൽ വളണ്ടിയറായി പോരുന്നതിൽ പ്രശ്നം ഏജ് ഒരു പ്രശ്നമാണോ? ഇതിൽ എത്ര ഏജുള്ള ആളുകൾക്കും പോരാ. ഇപ്പോൾ എൻ്റെ അമ്മ ഇതിൻ്റെ വളണ്ടിയറായിട്ട് പോകാറുണ്ട്. അമ്മക്ക് 75 വയസ്സ് കഴിഞ്ഞിട്ടുണ്ട്. പൂതാനി പാതന്താത്ത ഇവിടെ നിന്ന് ഇവിടുന്ന് വരാറുണ്ട്. അങ്ങനെ കുറേ പ്രായമുള്ള ആളുകളുണ്ട്. അതേപോലെ തന്നെ 7ലും 8ലും ഒക്കെ പഠിക്കുന്ന കുട്ടികൾ മുതൽ നമ്മുടെ കൂടെ വരാറുണ്ട്. അപ്പോൾ ഇത് പ്രായം പ്രശ്നമല്ല, അവർക്ക് അനുഭവമോ പരിചയമോ പ്രശ്നമല്ല. നമ്മളിതിൻ്റെ കൂടെ നിൽക്കുക, നഴ്സ് പറയും ആ കാര്യങ്ങൾ അവരെ ഹെൽപ്പ് ചെയ്യുക, ഇവരോട് സംസാരിക്കാൻ പറ്റുമെങ്കിൽ ചില ആളുകൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ആ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ എന്ത് ചെയ്യണോ, ചില ട്രെയിനിങ്ങുകൾ ആവശ്യമാണ് എന്നുള്ള സംഗതികളാണ്. നമ്മളിങ്ങനെ പോയി ചിലപ്പോൾ നമുക്ക് കഴിയുന്നൊരു സാധനം തന്നെയാണെങ്കിൽ അത് ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞു പോരാൻ പറ്റില്ല. അത് ഈ പേഷ്യൻറ്റിനോട് കാര്യം പറയുമ്പോൾ എങ്ങനെ സംസാരിക്കണം എന്നൊക്കെയുള്ള അതിൻ്റെ ചില സംഗതികൾ അത് കൂടെ നടക്കുമ്പോൾ ഒരു പരിധി വരെ എന്ത് ചെയ്യും, അത് ആളുകൾക്ക് മനസ്സിലാവും. ഇഷ്ടം പോലെ ഫ്രീ സമയമുണ്ട്, എനിക്കും ഉണ്ട്, എല്ലാവർക്കും ഉണ്ട്, ഈ കാണുന്ന ആളുകൾക്കൊക്കെ ഉണ്ട്. ഇഷ്ടം പോലെ ഫ്രീ സമയമുണ്ട്. പക്ഷെ നമ്മളാരെന്താന്നോ, നമുക്ക് എല്ലാവർക്കും തിരക്കാണ്. നമുക്കൊരു ആവശ്യം വരുന്ന സമയത്തോ പാലിയേറ്റീവുമായി ബന്ധപ്പെട്ടുള്ള എനിക്ക് തോന്നുന്നത് ഒരു വിമർശനം വന്നത് എന്താ വെച്ചാൽ ഞാൻ കേട്ടതാണ്. അതായത് പാലിയേറ്റീവ് പെട്ട ഒരാൾ
ആ ആളെ ഫ്രണ്ട് പാലിയേറ്റീവ് നല്ല അടുപ്പുള്ള ഒരാളാണ്. അവരൊരാൾക്ക് വേണ്ടിയിട്ട് സർട്ടിഫിക്കറ്റിൻ്റെ ഒരു പ്രശ്നം വന്ന്, പാലിയേറ്റീവിൻ്റെ സർട്ടിഫിക്കറ്റിൻ്റെ ഒരു പ്രശ്നം വന്ന്, ആ സമയത്ത് അത് തരാൻ പറ്റില്ല കേട്ടോ എന്ന് പറഞ്ഞു. അപ്പോൾ അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഒരു ഫ്രണ്ട്ഷിപ്പിൻ്റെ പുറത്ത് കൊടുക്കാൻ പറ്റുന്നൊരു സാധനമല്ല എന്നറിയാം. പക്ഷേ ഇതിൻ്റെ ജെന്യൂനായിട്ടുള്ള കാര്യം എന്താ എന്നുള്ളത് സത്യം പറഞ്ഞാൽ ഇപ്പോൾ ഈ പറഞ്ഞ ആളുകൾക്ക് പോലും അറിയില്ല. അവർക്ക് അവരെ ആവശ്യമായിരുന്നു വലുത്. അത് ചെയ്തു തരാൻ സ്വന്തം നാട്ടിലുള്ള പാലിയേറ്റീവിൻ്റെ സംവിധാനത്തിന് കഴിഞ്ഞില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്തായാലും ഒരു മുഷ്പ് വരും. അങ്ങനെ ഒരു പ്രശ്നം വന്നിരുന്നു. അപ്പോൾ അതൊന്ന് കറക്റ്റായിട്ടൊന്ന് പറഞ്ഞു കൊടുത്താണ്. കാരണം അങ്ങനെ കുറേ പ്രശ്നങ്ങൾ വരുന്നുണ്ട് സർട്ടിഫിക്കറ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള സ്കൂളിൻ്റെ, അല്ലെങ്കിൽ പിന്നെ എന്തെങ്കിലും ആയിട്ട് ഒരുപാട് സാധനം വരുന്നുണ്ട്. എനിക്ക് എങ്ങനെ പറയാമെന്നുള്ളത് അറിയില്ല, ഞാൻ കേട്ടൊരു സംഭവമാണ്. അതൊന്ന് കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കുക നമ്മളെ പ്രേക്ഷകർക്ക്. എൻ്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കളോട് അല്ലെങ്കിൽ നാട്ടുകാരോട് എനിക്ക് അതിനോട് കൂട്ടിച്ചേർത്ത് മറ്റൊരു കാര്യം കൂടി സൂചിപ്പിക്കാനുണ്ട്. അത് നമ്മുടെ കുട്ടികളുടെ പങ്കാളിത്തം ഈ മേഖലയിൽ ഉണ്ടാവുക എന്നുള്ളതാണ്. ഇപ്പോൾ പലപ്പോഴും പാലിയേറ്റീവിൻ്റെ ഒരു പ്രവർത്തനം എന്നുള്ള നിലക്ക് ഞങ്ങൾ അനുഭവിക്കുന്നൊരു പ്രശ്നമുണ്ട്. എന്താ വെച്ചാൽ ഈ ഡിഗ്രി കുട്ടികൾക്ക് സർട്ടിഫിക്കറ്റ് ആവശ്യമാണ്, സോഷ്യൽ സർവീസിൻ്റെ സർട്ടിഫിക്കറ്റ് ആവശ്യമാണ്. പല ആളുകളും നമുക്ക് എന്ത് ചെയ്യാറുണ്ട്, പാലിയേറ്റീവിൽ വിളിക്കാറുണ്ട്, 6 ദിവസത്തെ സർട്ടിഫിക്കറ്റ് നൽകണം എന്ന് പറയാറുണ്ട്. ഇത്തരത്തിലുള്ള പാലിയേറ്റീവിനെ സംബന്ധിച്ചിടത്തോളം അവിടെ വരാത്തൊരു കുട്ടിക്ക് നമ്മൾ എന്ത് ചെയ്യാറില്ല, നമ്മളത് കൊടുക്കാറില്ല. പക്ഷേ പല കുട്ടികളും ആ ഒരു സർട്ടിഫിക്കറ്റ് കിട്ടാൻ വേണ്ടി മാത്രം വന്നിട്ട് അത് കഴിഞ്ഞാൽ അതിനോടൊരു ബന്ധമില്ലാതെ പോകുന്നൊരവസ്ഥയുണ്ട്. ശരിക്കും നമ്മുടെ കുട്ടികളെ എല്ലാവരെയും നമ്മൾ നിർബന്ധപൂർവം അതിലേക്ക് പറഞ്ഞയക്കണം എന്നാണ്, സർട്ടിഫിക്കറ്റിന് വേണ്ടിയിട്ടല്ല. മറിച്ച് എന്താ പറയുക, ഞാൻ എൻ്റെ കുട്ടീനെ എനിക്കിപ്പോൾ സമാധാനത്തോടെ എൻ്റെ വീട്ടിൽ പിന്നെ അവസാനം കിടക്കാൻ പറ്റും. എങ്ങനെയാണെങ്കിൽ എന്നറിയോ, എൻ്റെ മക്കൾക്ക് എന്നെ പരിചരിക്കാനുള്ള ഒരു അറിവ് അവർക്ക് കിട്ടുകയാണെങ്കിൽ അതാണ് ഉണ്ടാക്കി കൊടുക്കുന്നത്. പാലിയേറ്റീവ് എന്ന് പറഞ്ഞാൽ ഉണ്ടാക്കി കൊടുക്കുന്നത് എന്താണ്, ഞാൻ കിടക്കുമ്പോൾ എന്നെ നോക്കാൻ എൻ്റെ മക്കൾക്ക് പ്രാപ്തി ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ്. നമുക്ക് സുഖത്തോടെ കുടിയിൽ കിടക്കണമെങ്കിൽ നമ്മുടെ മക്കളെ നിർബന്ധമായും ഇതിൽ പങ്കെടുപ്പിക്കുകയും അവർക്ക് കിട്ടുന്ന ഒഴിവുകൾ ഈ രൂപത്തിലേക്ക് കൊണ്ടുപോവുകയും ചെയ്താൽ 2 കാര്യങ്ങളാണ്. ഒന്ന്, അവരെ നമുക്ക് ആവശ്യത്തിന് കിട്ടുകയും ചെയ്യും. രണ്ടാമത്തെ ഒരു കാര്യം, അവർ വേറൊരു മാർഗത്തിലേക്ക്, വഴിവിട്ട മാർഗത്തിലേക്ക് നമ്മുടെ കുട്ടികൾ പോകില്ല. ഇപ്പോൾ പാലിയേറ്റീവിൽ നമുക്ക് NSSൻ്റെ കുട്ടികൾ വരുന്നുണ്ട്, ഇപ്പോൾ വരുന്നുണ്ട്. അവർക്കൊന്നും സർട്ടിഫിക്കറ്റിന് വരുന്നല്ല, NSSൻ്റെ പ്രവർത്തനമായിട്ട് വരുന്നതാണെങ്കിലും ആ കുട്ടികളെ പലപ്പോഴും നമുക്ക് കിട്ടാറുണ്ട്. SIP എന്ന് പറഞ്ഞിട്ട് നമ്മൾ പാലിയേറ്റീവിൻ്റെ വിങ് ഓരോ സ്കൂളുകളിലുണ്ട്. SIP എന്ന് പറഞ്ഞിട്ട്, സ്റ്റുഡൻറ്റ് ഇനീഷ്യേറ്റീവ് പാലിയേറ്റീവ് എന്ന് പറഞ്ഞിട്ട്, അതിന് പ്രത്യേകമായി നമ്മുടെ സിദ്ദീഖ് മാഷിൻ്റെയൊക്കെ നേതൃത്വത്തിൽ, ബഷീർ മാഷിൻ്റെയൊക്കെ നേതൃത്വത്തിൽ, അതേപോലെ തന്നെ നമ്മുടെ രവി മാഷിൻ്റെയൊക്കെ നേതൃത്വത്തിൽ, നമ്മുടെ എക്സിക്യൂട്ടീവ് മെമ്പേഴ്സ് ആയിട്ടുള്ള ആളുകളാണ്, അവരുടെയൊക്കെ നേതൃത്വത്തിൽ നന്നായിട്ട് ഒരു SIP നടക്കുന്നുണ്ട്. പാലക്കാട് ജില്ലയിൽ ഏറ്റവും നന്നായിട്ട് SIP നടക്കുന്ന ഒരു മേഖല കൂടിയാണ് ഏത്, എടത്തനാട്ടുകര എന്നുള്ളത്. അപ്പോൾ എൻ്റെ രക്ഷിതാക്കൾ എന്ത് ചെയ്യണം, നമ്മുടെ മക്കളെ കൂടി അതിൽ പരമാവധി കിട്ടുന്ന ഒഴിവ് സമയം അവർക്ക് ഒരു അര ദിവസം ഒഴിവെങ്കിൽ നിങ്ങൾ വിളിച്ചോളി, എൻ്റെ നമ്പറിൽ വിളിച്ചോളി, ആ കുട്ടികൾക്ക് പോകാനുള്ള സംവിധാനങ്ങൾ നമുക്ക് കൊടുക്കാം. ഏത് പാലിയേറ്റീവിൻ്റെ വണ്ടിയിലുണ്ടാവും നമ്പർ, അതെടുത്ത് വിളിക്കാം. ആ നമ്പറിൽ വിളിച്ചാൽ നമുക്ക് ആ കുട്ടികളെ കയ്യിൽ ഉൾപ്പെടുത്താൻ പറ്റുന്നുള്ളൂ. വേറൊരു കാര്യം, നമ്മളെ ഈ പാലിയേറ്റീവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പരിപാടികൾ എന്ന് പറഞ്ഞു. ഈ പാലിയേറ്റീവുമായി ബന്ധപ്പെട്ട് പാലിയേറ്റീവിൽ എന്തൊക്കെ പരിപാടികളാണ് ചെയ്യുന്നത്? നമ്മൾ തുടക്കം ഒരു NHCയിലാണ്. പിന്നെ നമ്മൾ ആദ്യം ചെയ്തത് എന്താ വെച്ചാൽ ആ NHC എല്ലാ ദിവസവും ഓരോ ഹോം കെയർ എന്നുള്ള നിലക്ക് കൊടുക്കുക എന്നുള്ളതാണ്. അതേപോലെ തന്നെ കൂടെ DHCയും. ഇപ്പം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, എല്ലാ ദിവസവും നമുക്ക് ഹോം കെയർ ഉണ്ട്. മാസത്തിൽ ഒരു ദിവസമാണ് നമുക്ക് ഹോം കെയർ ഇല്ലാത്തത്. അതെന്താ വെച്ചാൽ എല്ലാ ദിവസവും നമ്മുടെ നേഴ്സസിന് എന്തുണ്ടെന്നറിയോ, ഒരു ട്രെയിനിങ് ഉണ്ട്. അത് ജില്ലാടിസ്ഥാനത്തിൽ CPIP ആണ് അതിന് നേതൃത്വം കൊടുക്കുന്നത്. ആദ്യത്തെ ശനിയാഴ്ചയാണ്. ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഡേറ്റിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ ചെറിയ മാറ്റം വരും എന്നല്ലാതെ ഇപ്പോഴത്തെ നമ്മൾ ഫിക്സ് ചെയ്ത് പോയിട്ടുള്ളത് ആദ്യത്തെ ശനിയാഴ്ച നേഴ്സസിന് എന്തുണ്ട്, മീറ്റ് ഉണ്ട്. പിന്നെ അതുകൊണ്ട് എന്ത് ചെയ്യും, ആ ആദ്യത്തെ ശനിയാഴ്ച അവർ ഹോം കെയർ നടക്കാറില്ല. ബാക്കിയുള്ള ദിവസം എല്ലാ ദിവസവും നമുക്ക് 3 അല്ലെങ്കിൽ 2 വെച്ചിട്ട് എന്ത് ചെയ്യാറില്ല, ഹോം കെയർ. ഞായറാഴ്ച വരെ ചിലപ്പോൾ 1 ആവാറുണ്ട്, അല്ലെങ്കിലൊക്കെ 2. നമ്മൾ റിവ്യൂ നോക്കും. ശരിക്കും എന്താ വെച്ചാൽ ഓരോ ദിവസവും നമ്മൾ എടുത്തനായിട്ട് ചെയ്തിട്ടുള്ളത് എന്താ വെച്ചാൽ സ്റ്റാഫ് കോർഡിനേഷൻ എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു ഗ്രൂപ്പ് ഉണ്ട്. അതിൽ സ്റ്റാഫും അതേപോലെ തന്നെ അതിൻ്റെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ആളുകളും നഴ്സുമാരും ഡോക്ടർമാരും ഒക്കെ അതിൽ ഉണ്ടാവും. അതിലാണ് നമ്മൾ ഒരു ദിവസത്തെ കാര്യങ്ങൾ സെറ്റ് ചെയ്യുക. എന്നിട്ട് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇന്നിപ്പോൾ ഹോം കെയർ പോയി വന്നാൽ
ആ ഹോം കെയർ പോയി വന്ന ഓരോ പേഷ്യൻറ്റിൻ്റെയും കൃത്യമായിട്ട് എന്ത് ചെയ്യണം, ആ പോയി വന്ന നേഴ്സ് ചാർട്ട് ചെയ്യണം, റിപ്പോർട്ട് ഉണ്ടാവും. ആ റിപ്പോർട്ട് എന്ത് ചെയ്യാണ്, എക്സിക്യൂട്ടീവും സ്റ്റാഫും എല്ലാവരും ഉള്ള ഒരു ഗ്രൂപ്പുണ്ട്, ആ ഗ്രൂപ്പിലേക്ക് നമ്മൾ എന്ത് ചെയ്യും, അത് ഫോർവേഡ് ചെയ്യും. അതേപോലെ തന്നെ ഇന്ന് പോയി വന്നാൽ ഇപ്പോൾ എത്രനാട്ട നമ്മൾ ചെയ്തിട്ടുള്ളത് എന്താ വെച്ചാൽ, മറ്റേത് ഈ കേസ് ഷീറ്റ് ഒന്നിച്ച് ഇങ്ങനെ വെക്കുക ചെയ്യാം. അപ്പോൾ എന്ത് ചോദിച്ചാൽ ഓരോ ദിവസത്തിനും എന്ത് ചെയ്തു, ഓരോ ബോക്സ് വെച്ചു. ആ ബോക്സിലാണ് അപ്പോൾ ഇന്ന് പോയൊരു കേസ്, ഇന്നിപ്പോൾ 1-ാം തീയതിയാണ്, ഇന്ന് പോയൊരു കേസിൻ്റെ അടുത്ത് ഇനി 10-ാം തീയതിയാണ് പോകണമെങ്കിൽ ഇന്ന് വന്നാൽ ഈ നേഴ്സ് എന്ത് ചെയ്യും, ഇത് 10-ാം തീയതിയിലെ റോയിലാണ് വെക്കുക. 10-ാം തീയതി നോക്കിയാൽ മതി. അതിൻ്റെ ഇടയിൽ ആവശ്യം വരികയാണെങ്കിൽ അവർ വിളിക്കും, അപ്പം നമ്മളത് ഏതിലാണോ നോക്കിയിട്ട് അതിൽ പോവുകയാണ് ചെയ്യുക. അപ്പം അങ്ങനെ ചെയ്യുന്നതോടുകൂടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, റിവ്യൂ കിട്ടും. നാളെ എത്ര പേഷ്യൻറ്റിനെ കാണാനുണ്ട്, നമ്മൾ റിവ്യൂ കൊടുത്തതുണ്ട്, അവിടേക്ക് നമുക്ക് കൃത്യമായിട്ട് റിവ്യൂ പെൻഡിങ് ഇല്ലാതെ എത്താൻ പറ്റും. ചിലപ്പോൾ 20ഉം 25ഉം ഒക്കെ വരാറുണ്ട്. അങ്ങനെയാണെങ്കിൽ 3 കൂടെ കഴിയില്ല, 21 നമുക്ക് മാക്സിമം എന്ത് ചെയ്യാൻ പറ്റുക, പോകാൻ പറ്റുക. അപ്പോൾ അത് നമ്മൾ ആദ്യം ചെയ്തിട്ടുണ്ട്. DHC സാധാരണ ഹോം കെയർ എന്നതിലേക്ക് DHC NHC, പിന്നെ അതിൽ VHC ഞാൻ നേരത്തെ പറഞ്ഞു വളണ്ടിയർ ഹോം കെയർ ആണ്. അത് വളണ്ടിയർമാർ മാത്രം. ഇപ്പോൾ ഒരു കേസ്, ഇപ്പോൾ ഞാൻ പേഷ്യൻ്റാണ്, ഫസ്റ്റ് ഇന്ന് വന്ന് നോക്കി, ഞാൻ ന്യൂ കേസാണ്, എൻ്റെ അടുത്ത് വന്നു, വന്ന് നോക്കിയിട്ട് നമ്മുടെ നേഴ്സ് പറയാണ് അവിടെ അവർക്ക് എന്ത് ചെയ്യണം, ഭൗതികമായി ഇത്ര ഇന്ന സാധനങ്ങൾ വേണം, അല്ലെങ്കിൽ അവർക്ക് എന്ത് വേണം, ഇന്നൊരു എയർ ബെഡ് അവർക്ക് എത്തിക്കണം, അല്ലെങ്കിൽ അവർക്ക് ഇന്ന് ഓക്സിജൻ സാധനങ്ങൾ വേണം. അത് ഈ ഗ്രൂപ്പിലിടും. നമ്മൾ എന്ത് ചെയ്യും, അതിനെ ഒരു വളണ്ടിയർ ചുമതലപ്പെടുത്തി, ആ വളണ്ടിയറും ഈ എക്സിക്യൂട്ടീവിലെ അതിന് ചുമതലയുള്ള ആൾ അത് കോർഡിനേറ്റ് ചെയ്യും. എല്ലാറ്റിലും ചെയർമാൻ എന്നുള്ള ആൾക്ക് ഞാൻ ഇടപെടേണ്ട ആവശ്യമില്ല. അത് ഗ്രൂപ്പിലിടും. അതിന് ആർക്കാണോ ചുമതല അയാൾ അത് എന്ത് ചെയ്യും, കൃത്യമായിട്ട് നിർവഹിക്കും. അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ചോദ്യം അപ്പുറത്തുണ്ട് ഉത്തരം അപ്പുറത്തുണ്ട്. ആ സംഗതിയിൽ നിൽക്കണമെങ്കിൽ അത് വേണം. അതങ്ങനെ സിസ്റ്റം അങ്ങനെ ആയിപ്പോയതാണ്. അപ്പോൾ അത് മുഴുവനായില്ല, അതങ്ങനെ നടക്കും. പിന്നെ അതേപോലെ തന്നെ പിന്നെ നമ്മൾ തുടങ്ങിയത് ഒന്ന് സൈക്യാട്രിയാണ്. സൈക്യാട്രി അതിൻ്റെ OP നടക്കുന്നുണ്ട്. അതേപോലെ തന്നെ എല്ലാ ബുധനാഴ്ചകളിലും നമ്മൾ സൈക്യാട്രി മെഡിസിൻ കൊടുക്കുന്നുണ്ട്. നമ്മുടെ ഡോക്ടർ രജീഷാണ് സൈക്യാട്രി ഇപ്പോൾ കൈകാര്യം ചെയ്യുന്നത്. അതിന് മുമ്പ് അശ്വതി മേഡായിരുന്നു രജീഷ് സാറിൻ്റെ പിന്നെ വൈഫായിരുന്നു. അങ്ങനെ ഇപ്പോൾ 3-4 ഡോക്ടർമാർ കൈമാറിയിട്ടാണ് ഇപ്പോൾ രജീഷ് ഡോക്ടർ അടുത്ത് എത്തിയിട്ടുള്ളത്. അത് മാസത്തിൽ നടക്കുന്നുണ്ട്. അതേപോലെ തന്നെ നമുക്ക് സൈക്കോളജി ആണ്. പുതിയ കേസ് നമ്മൾ രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് അവർ ഈ രോഗവിവരം അറിഞ്ഞ് പ്രയാസം അറിഞ്ഞ് വരുന്ന സമയത്ത് അവരെ നമ്മൾ സൈക്കോളജി ടെസ്റ്റ് കണ്ട് അവർക്ക് വേണ്ട സാധനം സൈക്കാട്രിയിലേക്ക് ആ മെഡിസിൻ വേണമെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ ഇവർ രണ്ടുപേരും നോക്കിയിട്ട് എന്ത് ചെയ്യണം, ആ കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട്. പിന്നെ അതേപോലെ തന്നെ അതിൻ്റെ ഒരു OP അല്ല, ഹോം കെയർ ആണ്. സൈക്കാട്രി ഹോം കെയർ എന്ന് പറഞ്ഞാൽ വീട്ടിൽ പോയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇങ്ങോട്ട് കൊണ്ടുവരുന്നില്ല. ഈ മെഡിസിൻ വാങ്ങിക്കാനും സൈക്കാട്രി OP മാത്രമാണ് ഇവിടെ നടക്കുന്നത്. സൈക്കാട്രി നമ്മൾ എന്ത് ചെയ്തിട്ടില്ല, വീട്ടിൽ പോകുന്നില്ല. അത് ഡോക്ടർ മാസത്തിൽ 2 പ്രാവശ്യം നമുക്ക് കിട്ടുക. അപ്പോൾ ആ ഡേറ്റ് വെച്ചിട്ട് സൈക്കാട്രി രോഗികൾക്ക് എന്തില്ല, നടക്കാനോ ബാക്കിയുള്ള കാര്യങ്ങളോ പ്രയാസങ്ങളില്ലല്ലോ, മറ്റു രോഗികൾക്ക് അത് ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ടാണ് അത് ഹോം കെയർ ആയിട്ട് പോകുന്നത്, ഇത് OP ആയിട്ട് വരുന്നത്. അത് നടക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഫിസിയോതെറാപ്പി ഡേ കെയർ ആയിട്ട് നടക്കുന്നുണ്ട്. വരാൻ പറ്റുന്ന ആളുകളെ നമ്മൾ അവിടെ കൊണ്ടുവരുന്നു. അതിൻ്റെ എക്യുപ്മെൻറ്റ്സ് അവിടെ ഉള്ള സൗകര്യത്തിൽ നമുക്ക് പുതിയ പ്ലാനിങ് എന്നുള്ള നിലക്ക് അതിന് സെപ്പറേറ്റ് ഒന്ന് തുടങ്ങുക എന്നുള്ളൊരു സംവിധാനം വരെ നമ്മൾ ആലോചിക്കുന്നുണ്ട്. എന്താ വെച്ചാൽ എങ്കിലാണ് നമുക്ക് ഇത് പ്രോപ്പറായിട്ട്, മറ്റേ നമുക്ക് ആഴ്ചയിൽ 1 കൊടുക്കാൻ പറ്റുക. പിന്നെ ഒന്നുള്ളത് വീട്ടിൽ ചെന്നിട്ട് ആഴ്ചയിൽ 1 എന്ന് പറഞ്ഞാൽ വരുന്നവന് ഇവിടെയും കിട്ടും, വരാൻ കഴിയാത്തവർക്ക് വീട്ടിൽ പോയിട്ടും കൊടുക്കുക എന്നുള്ള രൂപത്തിലാണ് അത് നടക്കുന്നത്. അപ്പോൾ ഈ വിഷയത്തിൽ ഡോക്ടറുടെയും അത് ഒന്ന് മിഥുൻ സാറാണ്, ഒന്ന് എബിൻ സാറാണ്, പിന്നെ അതേപോലെ തന്നെ ദാശായനി മേഡാണ് ഇതിൽ നമുക്ക് DHC എടുക്കുന്നത്. കുറേ ഡോക്ടർമാർ ഇവിടെ വന്നിട്ടുണ്ട്. ദാശായനി മേഡം പാലക്കാട്ട് നിന്നാണ് വരുന്നത്. അത്യാവശ്യം നല്ല പ്രായമുണ്ട്. പക്ഷേ അവരും ചെറിയ ശാരീരിക പ്രയാസങ്ങളൊക്കെ ഉണ്ട്. എങ്കിലും വളരെ സന്തോഷത്തോടു കൂടെ OP ആയി, ഡോക്ടേഴ്സ് OP ആയി. അന്ന് ഡോക്ടർ അവിടെ ഇരിക്കും. എന്ത് ചെയ്യുന്നു, ഡോക്ടറെ അടുത്തേക്ക് രോഗികൾ വരുന്നു. അപ്പോൾ അതിൽ നിന്ന് പാലിറ്റീവ് മാറി.
പിന്നെ നമ്മൾ ആദ്യം നിർത്തലാക്കിയത് എന്താണ്, OP ആണ് നിർത്തിയത്. ആ ഡോക്ടർ നമ്മൾ എന്ത് ചെയ്യുന്നു, പേഷ്യൻറ്റിൻ്റെ ആവശ്യമുള്ള പേഷ്യൻറ്റിൻ്റെ വീട്ടിലേക്ക് എത്തിക്കുക, അതാണ് DHC, ഡോക്ടേഴ്സ് ഹോം കെയർ. ഇപ്പോൾ 2 സപ്പോർട്ട് നമുക്ക് അവിടെ കൊടുക്കാൻ പറ്റും. പിന്നെ അതേപോലെ തന്നെ മൂന്നാമത്തെ സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ അവർക്ക് ഈ പിന്നെ നഴ്സ് പോയാലും ഡോക്ടർ പോയാലും അവരുടെ രോഗവും ശാരീരികമായ പ്രയാസങ്ങളും മാറ്റാനേ കഴിയുള്ളൂ. അതിൻ്റെ കൂടെ വളണ്ടിയേഴ്സ് ഉണ്ടാവും. ഈ വളണ്ടിയേഴ്സിൻ്റെ ഇടപെടലാണ് യഥാർത്ഥത്തിൽ എന്ത് ചെയ്യുന്നത്, അവരെ മാനസികമായിട്ട് അല്ലെങ്കിൽ ഇതിലേക്ക് സിങ്ക് ചെയ്ത് അവരെ കൊണ്ടുവരാൻ കഴിയുന്ന ഒരു രംഗം എന്ന് പറയുന്നത്. ഇപ്പോൾ എൻ്റെ അനുഭവത്തിൽ നമ്മളെ പിലാച്ചോലയിൽ വിളിപ്പേര് പറഞ്ഞാൽ എല്ലാവരും അറിയുന്ന ഒരാളുണ്ട്. ഞാൻ അദ്ദേഹത്തിൻ്റെ അടുക്കൽ ഇങ്ങനെ ചെല്ലുന്ന സമയത്ത് മൂപ്പര് ചോദിച്ചത് എനിക്കെന്താണെന്ന്. ശരിക്കും നമ്മുടെ പാലിയേറ്റീവിൻ്റെ നമ്മളൊക്കെ കേട്ടിട്ടുള്ള എന്താ വെച്ചാൽ, ഇപ്പോൾ ഞാൻ ക്യാൻസർ പേഷ്യൻ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് ക്യാൻസറാണ് എന്ന് പറയണമെന്നാണ്. അപ്പം ഞാൻ പറഞ്ഞു എന്താ പറയുക, നമ്മൾ ആദ്യം ശരിക്കും ഈ വളണ്ടിയേഴ്സ് ട്രെയിനിങ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. ഒരാൾ ചോദിക്കുമ്പോൾ അതിനെങ്ങനെയാണ് മറുപടി പറയേണ്ടത് എന്നുള്ളത് നമ്മൾ പഠിച്ചു പോകേണ്ട കാര്യമാണ്. ഞാൻ കൂടെയുള്ള സൂറാനെ നോക്കുകയാണ്, സൂറ എങ്ങനെ കാട്ടി കണ്ണുകൊണ്ട് ഒന്നും മിണ്ടണ്ട. എന്നിട്ട് സൂറാനോട് ഞാൻ ചോദിച്ചു, സൂറ എന്താ മറുപടി പറയാം? പറയേണ്ട മറുപടി ക്യാൻസർ ആണെന്നാ. അത് പറഞ്ഞാൽ ആ മനുഷ്യൻ എന്ത് ചെയ്യും, തളർന്നു പോകും അല്ലേ. ഞാൻ പറഞ്ഞു ഡോക്ടർ വന്നിട്ട് അടുത്ത ആഴ്ച ചോദിച്ചിട്ട് എന്ത് ചെയ്യാം, അടുത്ത ആഴ്ച വരുമ്പോൾ ഇൻഷാല്ലാ പറയാം എന്ന് പറഞ്ഞ് അങ്ങനെ ഇതിൻ്റെ തുടക്കത്തിൽ ഇപ്പം ക്യാൻസറാന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അത്ര അങ്ങോട്ട് ആളുകൾക്ക് അത് ഉൾക്കൊള്ളാൻ വലിയ പ്രയാസം ഉണ്ടാവില്ല എന്നാണ് എന്ന് ധാരാളം ഇത് കേൾക്കുന്നുണ്ട്. അന്നൊക്കെ ക്യാൻസർ എന്ന് പറഞ്ഞാൽ അതൊരിക്കലും മാറാൻ പറ്റാത്തതാണ്, ഭയങ്കര പ്രയാസമുള്ളതാണ്. അയാൾ പിന്നെ ഒരു മാസം കഴിയുമ്പോഴേക്ക് അദ്ദേഹം മരണപ്പെട്ടു പോവുകയും ചെയ്തു. പിന്നെ വേറെ വലിയൊരു ഭയങ്കര സന്തോഷം നൽകുന്നൊരു കാര്യമുണ്ട്. നമ്മുടെ ഈ ക്ലിനിക്കിൻ്റെ കീഴിലുള്ള പേഷ്യൻറ്റിനെയും കൊണ്ട് ഒരു യാത്ര പോവുക. 1-2 യാത്രകളായിട്ട് പോയിട്ടുണ്ട് തോന്നുന്നില്ല, ഞാനത് കാണാറുണ്ട്. നമ്മൾ ഒരുപാട് സുഹൃത്തുക്കൾ, ഓട്ടോ സുഹൃത്തുക്കളും അതേപോലെ തന്നെ വിവിധ ഏരിയയിലുള്ള ഒരുപാട് സുഹൃത്തുക്കളൊക്കെ അതിൻ്റെ ഒരു ഭാഗമായി പോകുന്ന ഫോട്ടോസൊക്കെ ഞാൻ കാണാറുണ്ട്. അതും ഭയങ്കര കാര്യമാണ്. ഇപ്പം അടുത്ത് ഈ വർഷമൊന്നും പോയിട്ടില്ല തോന്നുന്നില്ല. അതിനെന്താണ്, എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടാണോ പോവാൻ അതായിരുന്നത്, അതോ ഫണ്ടിൻ്റെ പ്രശ്നം കൊണ്ടാണോ പോവാതിരുന്നത്? അതിൽ ഇപ്പോൾ 1-2 വർഷമായിട്ട് നമുക്ക് ആ യാത്രകൾ പോകാൻ പറ്റിയിട്ടില്ല. അതിന് പ്രധാനപ്പെട്ട റീസൺ എന്താ വെച്ചാൽ നമ്മുടെ സ്ഥിരമായി യാത്ര പോരുന്ന ടീമൊക്കെ കുറച്ചും കൂടി പിന്നെ ഉഷാറായിട്ടുണ്ട്. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, കുറേ ആളുകൾക്ക് പിന്നെ മുച്ചക്ര വാഹനം കിട്ടിയിട്ടില്ല. അപ്പോൾ ഓർക്ക് പോകാനുള്ള സ്ഥലങ്ങളിലൊക്കെ അവർ എന്ത് ചെയ്യും, അങ്ങനെ പോകുന്ന ഒരവസ്ഥ ഉണ്ടായിട്ടുണ്ട്. ഒറ്റക്കിടപ്പിലായ ആളുകളെ ചില ആളുകൾക്ക് പോരാനുള്ളൊരു പ്രയാസമൊക്കെ ആയിട്ട്. പിന്നെ അതിൽ വേറൊരു പ്രയാസം വന്നത് എന്താ വെച്ചാൽ, ഇപ്പോൾ ഇപ്രാവശ്യം ഞങ്ങൾ ഇവിടേക്ക് ചാവക്കാട് ഒന്ന് കൊണ്ടുപോകണം എന്നൊക്കെ പ്ലാൻ ചെയ്തു. പക്ഷെ അവിടേക്കൊക്കെ കൊണ്ടുപോകുമ്പോൾ നല്ല പിന്നെ ഒരാൾക്ക് തന്നെ നല്ല എക്സ്പെൻസും വരുന്നുണ്ട്. പിന്നെ പോയി വരുമ്പോഴേക്ക് ആ പേഷ്യൻസിന് പ്രയാസം ഉണ്ടാവാനുള്ള സാധ്യതകളുണ്ട് എന്നുള്ള നിലക്ക് അടുത്ത എവിടേക്കെങ്കിലും ഒന്ന് പോകാമെന്നുള്ളൊരു പ്ലാനിങ്ങാണ് ഇപ്പോൾ ഇപ്രാവശ്യം നമ്മൾ വെച്ചിട്ടുള്ളത്. അത് രാവിലെ മുതൽ വൈകുന്നേരം. പക്ഷെ ഡേ കെയറിൽ അവർക്ക് ആ സുഖം കിട്ടുന്നുണ്ട്. പറ്റാവുന്ന ആളുകളൊക്കെ വരാറുണ്ട്. അതിങ്ങനെ ഉച്ചവരെ വന്ന് അതിൻ്റെ ശേഷം പാട്ടും കളിയും രസമൊക്കെ ആയിട്ട് അവരിങ്ങനെ തമാശ പറഞ്ഞു. ഇനി ഒന്നുമില്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വർത്തമാനം പറഞ്ഞിട്ട് ഇരിക്കുക. വണ്ടിമ വരുന്ന ആളുകളുണ്ട്. അതേപോലെ തന്നെ നമ്മൾ ആദ്യത്തിൽ കൊണ്ടുവന്നിരുന്നു, ഇപ്പം നമ്മൾ കൊണ്ടുവരാറില്ല. പരമാവധി വരാൻ പറ്റുന്ന താല്പര്യമുള്ള ആളുകളെ കൊണ്ടുവരാം. പക്ഷെ അവരെന്നെ എന്ത് ചെയ്യും, അവരെന്നെ വരുന്ന അവസ്ഥ ഉണ്ട്. പ്രയാസമാണെങ്കിൽ പറയാൻ പറഞ്ഞിട്ടുണ്ട്, കൊണ്ടുവരാമെന്നുള്ള ഒരു ലെവലിലാണുള്ളത്. ആദ്യ കാലഘട്ടത്തിലൊക്കെ പാലിയേറ്റീവിൻ്റെ ഒരു വണ്ടി നമ്മളെ വീടിൻ്റെ അല്ലെങ്കിൽ തൊട്ടടുത്ത വീടിൻ്റെ അടുത്ത് വന്ന് നിർത്തി കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നത്തോടു കൂടിയായിരുന്നു പൊതുജനങ്ങൾ നോക്കിയിരുന്നത്. കാരണം അതെന്തോ ഡേഞ്ചർ കഴിഞ്ഞു എന്നുള്ള രൂപത്തിലായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷെ ഇപ്പം അങ്ങനെയൊന്നുമില്ല. കാരണം പാലിയേറ്റീവിൻ്റെ വാഹനങ്ങളാണ് എല്ലാ സ്ഥലത്തു കൂടിയും പായുന്നത്. അത് വളരെ എന്നും കാണുന്നൊരു സംവിധാനമായിട്ട് മാറി എന്നുള്ളതാണ്. ഈ പാലിയേറ്റീവിൻ്റെ വാഹനങ്ങളൊക്കെ സ്പോൺസർ ചെയ്തത് പല പല ഘട്ടങ്ങളിലാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ആംബുലൻസ് ആയിക്കോട്ടെ, അതേപോലെ തന്നെ ഇപ്പം നിലവിലുള്ള ബൊലീറോ വാഹനങ്ങൾ, അങ്ങനെ ഒരുപാടെണ്ണുണ്ട്. അതൊക്കെ എങ്ങനെയാണ് എത്തിപ്പെട്ടത്? ഈ വാഹനങ്ങളൊക്കെ എങ്ങനെയാണ് കിട്ടിയത്? തന്ന സംഘടനകളുണ്ട്, എനിക്കറിയുന്നതാണ്. എന്നാലും നമ്മളെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് നമുക്ക് പാലിയേറ്റീവിന് ആദ്യമായിട്ട് നമുക്ക് വാഹനം കിട്ടുന്നത് അലനല്ലൂരിൽ നിന്നാണ്. ആദ്യത്തെ സ്പോൺസർ അത് നമ്മുടെ പ്രദേശത്ത് താമസിക്കുന്ന കാലിക്കറ്റ് ഹോട്ടൽ നടത്തിയിരുന്ന, അലനല്ലൂരിൽ കാലിക്കറ്റ് ഹോട്ടൽ നടത്തിയിരുന്ന നാണിയാക്കിയാണ് ആദ്യമായിട്ട് ഒരു ഒമ്നി വാഹനം 1.25 ലക്ഷം രൂപ വില കൊടുത്തിട്ടാണ് 2008 അദ്ദേഹം അത് നമുക്ക് വാങ്ങിത്തരുന്നത്.
പിന്നെ അവിടുന്ന് രണ്ടാമത്തെ ഒരു വാഹനം നമുക്ക് കിട്ടുന്നത് ജീവയാണ്. അത് ജീവയുടെ പിന്നെ നമുക്കൊരു ആംബുലൻസ് ജീവ വാങ്ങിത്തരാന്ന് പറഞ്ഞപ്പോൾ നമുക്കിപ്പോൾ തൽക്കാലം ആംബുലൻസ് വേണ്ട എന്ന് പറഞ്ഞ് അത് നമുക്ക് ഹോം കെയറിന് ഒരു വാഹനമാണ് ആവശ്യമുള്ളത്. അതൊരു ബൊലീറോ വാഹനമായാൽ നമ്മൾ സജസ്റ്റ് ചെയ്ത ഒരു ബൊലീറോ വാഹനമായാൽ നന്നാവും. നമ്മുടെ ഈ കാലത്തിനും പ്രദേശത്തേക്കൊക്കെ ആവശ്യമുള്ള മലമ്പ്രദേശമാണല്ലോ. അപ്പോൾ അത് വളരെ സന്തോഷത്തോടു കൂടെ ജീവ അതിന് എഫേർട്ട് എടുത്ത് അവരത് നടത്തിത്തരാണ് ചെയ്തത്. അതേപോലെ തന്നെ മൂന്നാമത്തെ ഒരു വാഹനം നമുക്ക് കിട്ടുന്നത് ഈ 2 വാഹനം കൊണ്ട് ഓടിയിട്ട് നമുക്ക് എത്താത്തൊരു സാഹചര്യം വരികയാണ്. ആ സാഹചര്യം വന്നപ്പോൾ എന്ത് ചെയ്യാണ്, മൂന്നാമത്തെ ഒരു വാഹനം നമ്മൾ തുടങ്ങുന്നത് ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ നിന്നാണ്. 40 ദിവസം കൊണ്ടാണ് നമുക്ക് എന്ത് ചെയ്യുന്നത് ഒരു വാഹനം കിട്ടുന്നത്. അതും പിന്നെ ഒരു ഹോം കെയർ തുടങ്ങി അതിന് പല ആളുകളുടെയും വാഹനം ഉപയോഗിച്ച് ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കി അതിൽ നമ്മളത് പോസ്റ്റ് ചെയ്ത്. അപ്പോൾ നമ്മുടെ നസീർ ബാബു പറഞ്ഞത് എന്താ വെച്ചാൽ നമുക്ക് ഈ ഗ്രൂപ്പിലൊരു പിന്നെ വാഹനത്തിന് പിരിവ് നടത്താം എന്ന് പറഞ്ഞ് അവിടുന്ന് തുടങ്ങിയതാണ്. 40 ദിവസം കൊണ്ട് നമുക്ക് 11 ലക്ഷത്തിൽ പരം ഉറുപ്പ്യ എന്ത് ചെയ്യാണ് അന്ന് നമുക്കൊരു സമാഹരിക്കാൻ കഴിഞ്ഞു. പിന്നെ നമ്മൾ അതിൻ്റെ ഉദ്ഘാടനത്തിനാണ് ശരിക്കും ആരോ വിളിക്കുന്നത്, നമ്മുടെ ഷംസുദ്ദീൻ MLA കൊണ്ടാണ് അത് ഉദ്ഘാടനം ചെയ്യിക്കുന്നത്. അതിൻ്റെ ഉദ്ഘാടനം ചെയ്യും. അന്ന് നമ്മൾ പറഞ്ഞു, അന്ന് മൂപ്പര് പ്രസംഗത്തിൽ പറഞ്ഞത് എന്താ വെച്ചാൽ പിന്നെ എന്നോട് ഇവർ ചോദിക്കുന്നുണ്ട്, എനിക്ക് കൊടുക്കാൻ പറ്റിയിട്ടില്ല, അത് നാട്ടുകാരെന്നെ കിട്ടൂല തോന്നിയപ്പോൾ എൻ്റെ സമയം എടുക്കും തോന്നിയപ്പോൾ എന്ത് ചെയ്യാണ് ഇപ്പോൾ നാട്ടുകാർ തന്നെ അത് വാങ്ങിക്കുകയാണ് ചെയ്തത് 40 ദിവസം കൊണ്ട് എന്നൊക്കെ പറഞ്ഞു. പക്ഷേ ആ ചോദ്യം നമുക്ക് പിന്നെ ഒരു ആവശ്യം വന്ന സമയത്ത് നമ്മൾ MLA പോയി കണ്ടു. MLA ഭയങ്കര എഫേർട്ട് എടുത്തിട്ടുണ്ട്. അത് ആംബുലൻസാണ് നമുക്ക് അനുവദിക്കാൻ പിന്നെ സർക്കാർ ഉദ്ദേശിച്ചത്. പക്ഷെ ആംബുലൻസിൽ നിന്ന് അതൊരു ബൊലീറോ ആണ് ആവശ്യം എന്ന് പറഞ്ഞ് 2-3 പ്രാവശ്യം അതിൽ MP രാജേഷും എന്ത് ചെയ്തിട്ടുണ്ട്, MP രാജേഷിനെ പോയി നമ്മൾ കണ്ട് മന്ത്രിതലത്തിൽ പിന്നെ ഇത് കൊടുക്കാൻ പറ്റൂല എന്ന് പറഞ്ഞു. ഇത് ആംബുലൻസ് അല്ലാതെ അത് ഓർഡറിനെ തിരുത്തി എന്ത് ചെയ്യാണ് അത് ഈ വാഹനമായിട്ട് 4ാമത്തെ വാഹനമായിട്ട് നമ്മൾ വാങ്ങുകയാണ് ചെയ്തത്. അതിൻ്റെ അടിയിൽ നമ്മുടെ കുട്ടികളുടെ സംഭാവനയാണ് ഇപ്പോൾ നമ്മുടെ എത്തിങ്ങാനം ഓടിക്കൊണ്ടിരിക്കുന്ന പാലിയേറ്റീവിൻ്റെ ഒരു ആംബുലൻസ്. MEA കോളേജിലെ എഞ്ചിനീയറിംഗ് കോളേജിലെ വിദ്യാർത്ഥികളാണത് നമുക്ക് വാങ്ങിച്ച് തന്നിട്ടുള്ളത്. എടത്തനാട്ടുകര പാലിയേറ്റീവിൻ്റെ ആ ഒരു സംവിധാനത്തിൽ ഏറ്റവും കൂടുതൽ രോഗികൾ മീൻസ് ഏതൊക്കെ തരത്തിലുള്ള പേഷ്യൻറ്റുകളാണ് ഇപ്പോൾ നിലവിലുള്ളത്? ക്യാൻസർ പേഷ്യൻസ് ഉണ്ട്, അതേപോലെ തന്നെ ഓൾഡ് ഏജ് ഇഷ്യൂസ് ഉള്ള പേഷ്യൻസ് ഉണ്ട്, അതേപോലെ കിഡ്നി പേഷ്യൻസ് ഉണ്ട്, അതേപോലെ ആക്സിഡൻറ്റുകളുണ്ട്. അതൊക്കെ ഈ ആക്സിഡൻറ്റ് കേസുകളൊക്കെ നമുക്ക് എന്ത് ചെയ്യുന്ന വെച്ചാൽ ചെറിയ സമയം മാത്രമേ ഉണ്ടാവുള്ളൂ. പണ്ട് നമ്മളിപ്പോൾ ചെറിയൊരു ആക്സിഡൻറ്റ് പറ്റിയാൽ പോലും എന്ത് ചെയ്യുന്നുണ്ട്, ഹോസ്പിറ്റലിൽ പോയി ഫസ്റ്റ് എയ്ഡ് കൊടുത്ത് വന്നാൽ ബാക്കിയുള്ളതിനെ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ നാട്ടിൽ പിന്നെ പാലിയേറ്റീവിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ അവർക്ക് വേണ്ട ഒരു സർജിക്കൽ ബെഡ്, അതേപോലെ തന്നെ അവർക്ക് വേണ്ട ഒരു വീൽ ചെയർ, അവർക്ക് വേണ്ട ഒരു മുറിവ് ഡ്രസ്സിങ്, ഇതിന് വരെ എന്ത് ചെയ്യുന്നുണ്ട് പാലിയേറ്റീവ്. ഞാൻ പറഞ്ഞല്ലോ ആദ്യത്തിൽ നിന്ന് പാലിയേറ്റീവ് മാറി എന്നുള്ളതാണ്. പണക്കാരനും പാവപ്പെട്ടവനും ഒക്കെ ആവശ്യമുള്ള ഒരു സംഗതിയാണ്. ചിലപ്പോൾ പണം ഉണ്ടായിട്ടൊന്നും കഴിയില്ല. അവിടെ വേണ്ടത് ഒരു ഡോക്ടർ സേവനമായിരിക്കും, അല്ലെങ്കിൽ നേഴ്സിൻ്റെ അല്ലെങ്കിൽ ഇടപെടലായിരിക്കും. ആ എഫേർട്ട് നമുക്ക് പാലിയേറ്റീവിനെ കൊണ്ട് ചെയ്യിക്കാൻ പറ്റുന്നുണ്ട് എന്നുള്ളതാണ് ഉള്ളത്. പിന്നെ അതേപോലെ തന്നെ നമുക്ക് ഈ സൈക്കാട്രി പേഷ്യൻസ് കുറച്ച് കൂടുതൽ നമ്മുടെ ഏരിയയിൽ ഉണ്ട്. അതൊക്കെ പലതും നമ്മൾ അറിയില്ല, സൈക്കാട്രി പേഷ്യൻ്റ് ആണെന്ന് അറിയില്ല. ക്ലിനിക്കിൽ വരുമ്പോഴാണ് പലവരും നമ്മൾ അറിയുന്നത്. അങ്ങനത്തെ പേഷ്യൻസ് ഉണ്ട്. അപ്പോൾ അതേപോലെ തന്നെ ഈ മാനസിക പ്രശ്നം ധാരാളം ഉണ്ട്. ഇപ്പോൾ ഞാനിപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു മെഡിസിൻ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പോയ സമയത്ത് ഇവിടുത്തെ ഒരു മെഡിക്കൽ ഷോപ്പുകാരൻ പറഞ്ഞൊരു കാര്യം പറഞ്ഞൊരു കാര്യം എന്താ വെച്ചാൽ ഇവിടെ കൂടുതൽ ആളുകൾ വാങ്ങുന്നത് ഉറക്കുളുകയാണ്. നല്ലോണം ഉറങ്ങണം എന്നുണ്ടെങ്കിൽ ഉറക്കുളുക തന്നെ വേണ്ടി വരും. അപ്പോൾ എന്തായാലും അടുത്ത ഒരു വലിയൊരു പ്രശ്നം നമ്മുടെ എടത്തനാട്ടുകര പാലിയേറ്റീവിനെ കാത്തിരിക്കുന്നത് ഈ ഉറക്കുളുക കൊണ്ടുപോയിക്കാണ്ട് കുടിച്ച ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള ട്രീറ്റ്മെൻ്റ് ആയിരിക്കും എന്നുള്ളതാണ് എനിക്ക് മനസ്സിലായത്. എന്തായാലും പിന്നെ വേറൊരു കാര്യം എനിക്ക് ചോദിക്കാനുള്ളത്, ഇതിനൊക്കെ ഒരു പ്രത്യേക സമയത്തിൻ്റെ ആവശ്യമുണ്ടോ ഈ പാലിയേറ്റീവിൻ്റെ പ്രവർത്തനങ്ങളുടെ ഒരു ഭാഗമാവുക എന്നതിന്? ഇപ്പോൾ പല ആളുകളും പറയും എൻ്റെ ജോലി തിരക്കിൻ്റെ ഇടയിൽ ഞാൻ എങ്ങനെയാണ് പണി ചെയ്യുക എന്നുള്ളതൊക്കെ ഉണ്ടാവും. പക്ഷെ അതിനൊരു പ്രത്യേക
സമയമോ കാലോ ഇങ്ങനെ എന്തെങ്കിലും വേണ്ടതായിട്ടുണ്ടോ? പല ആളുകൾ ഇതിന് വിട്ടുനിൽക്കാനുള്ള ഒരു കാരണം എന്താ അറിയോ, നമ്മളെ ഈ തിരക്കിൻ്റെ ഇടയിൽ എങ്ങനെ ഇപ്പോൾ ഇത് കഴിയുമെന്നാണ്. ആർക്കും സഹകരിക്കാൻ പറ്റിയ ഒരു സംവിധാനമാണ് ഇത്. അത് ചിലപ്പോൾ സമയമായിരിക്കാം, ചിലപ്പോൾ ഒരു ഫോൺ വിളിയായിരിക്കാം, അല്ലെങ്കിൽ സാമ്പത്തികമായിരിക്കാം, അല്ലെങ്കിൽ പേഷ്യൻറ്റിനെ പറഞ്ഞു കൊടുക്കലായിരിക്കാം, അല്ലെങ്കിൽ പോകുന്ന പോക്കിൽ. ഇപ്പോൾ പൊൻപാറുള്ള ഒരാൾ, ഒരു ഉദാഹരണം പറയണേ, പൊൻപാറുള്ള ഒരാൾക്ക് ഒരു വളണ്ടിയർ ആവാം. അയാൾ 8 മണിക്കാണ് ഇതിൽ പോണതെങ്കിൽ 8 മണിക്ക് അവിടുത്തെ ഒരു മെഡിസിൻ കൊടുക്കാനുണ്ടെങ്കിൽ ഇവിടുന്ന് പോകുന്ന സമയത്ത് വാങ്ങിക്കൊടുത്താൽ പാലിയേറ്റീവിൻ്റെ വളണ്ടിയറായി. അതിനൊരു സന്നദ്ധത മാത്രമാണ് ആവശ്യമുള്ളത് എന്നുള്ളതാണ്. എല്ലാവരും കേട്ടില്ല. ഇപ്പോൾ പാലിയേറ്റീവ് പ്രവർത്തനങ്ങൾ വളരെ സിമ്പിളാണ്. ആദ്യം എന്ത് വേണം? നമ്മൾ മറ്റുള്ളവർക്ക് ഒരു സമയം കണ്ടെത്തണം. അതോടൊപ്പം തന്നെ പ്രവർത്തിക്കാനുള്ള, ഒന്നും ആഗ്രഹിച്ച് പ്രവർത്തിക്കാനുള്ള ഒരു നല്ല മനസ്സ് വേണം. ആളുകളെ ചേർത്ത് പിടിക്കണം. അവരെ നമ്മളൊരു അംഗമായി, നമ്മളെന്താ പറയുക, നമ്മളൊരു അടുത്തൊരാളായി കാണണം. അതാണ് പാലിയേറ്റീവ്. അതെനിക്ക് അടിപൊളിയായിട്ട് മനസ്സിലായി, നമ്മുടെ പ്രേക്ഷകർക്കും മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അതോടൊപ്പം തന്നെ എടുത്ത് പറയാനുള്ളത്, കമ്മിറ്റിയുമായി ബന്ധപ്പെട്ടുള്ള ഒരു കാര്യം കൂടി എനിക്ക് ചോദിക്കാനുണ്ട്. ഒരുപാട് പ്രവർത്തനങ്ങൾ ഈ കുറഞ്ഞ ഒരു 18 വർഷം കൊണ്ട് ഒരുപാട് താഴേക്ക് പോരല്ലേ ഇത്. എനിക്ക് തോന്നുന്നു പാലക്കാട് ജില്ലയിൽ തന്നെ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള പാലിയേറ്റീവ് സംവിധാനമാണ് നമ്മുടെ ഇടത്തനാട്ട പാലിയേറ്റീവ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ തന്നെ ആ ഒരു ബെറ്ററിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ ഇതിനെ ചുക്കാൻ പിടിക്കുന്ന കമ്മിറ്റി അംഗങ്ങളിൽ വളരെ ശക്തമായിട്ടുള്ള നല്ല തീരുമാനങ്ങളും നല്ല ആശയങ്ങളും നിർബന്ധമാണ്. അപ്പോൾ അതെങ്ങനെയാണ് നിങ്ങൾ വർക്കൗട്ട് ആക്കുന്നത്? തുടക്കം 2007 ഞാൻ പറയുകയാണ്. കാരണം ഒരു ക്രമാതീതമായ വളർച്ചയാണ് അതിന് വരിക. അതിൻ്റെ എഫേർട്ട് എന്ന് പറയുന്നത്, നമ്മൾ ഓരോ വർഷവും എന്ത് ചെയ്യാറുണ്ടെന്നറിയോ, നമ്മൾ എക്സിക്യൂട്ടീവ് മെമ്പേഴ്സ് എവിടെയെങ്കിലും ഒന്ന് ഒഴിഞ്ഞു പോയി ഇരിക്കാറുണ്ട്. 2 ദിവസം, ഒരു ദിവസം പോയി 2 ദിവസം നമ്മുടെ തലയും ചിന്തയും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കൊടുക്കുക. എന്തിനാണ്? ബാക്കിയുള്ള ദിവസം കൊടുക്കുന്നില്ല എന്നല്ല, അതിന് മാത്രമാണ്. ബാക്കി ഒരു പരിപാടി, ഇപ്പോൾ ഞാൻ സ്കൂളിൽ പോകുന്നുണ്ട്, അതിൻ്റെ പ്രശ്നങ്ങളില്ല, അത് ഞാൻ സംഘടനാ പ്രവർത്തനങ്ങളുണ്ട്, അതൊക്കെ നമ്മൾ ആ 2 ദിവസം ലീവാണ്. അന്ന് പാലിയേറ്റീവിൻ്റെ കാര്യങ്ങൾ മാത്രമാണ്. വീട്ടിൽ നിന്ന് വിട്ടു നിന്നിട്ട് എവിടെയെങ്കിലും കുറച്ച് ദൂരം എന്ന് പറഞ്ഞാൽ പെട്ടെന്നൊരു ആവശ്യത്തിന് ഒരാൾ വിളിച്ചാൽ വരാൻ എത്താത്തൊരു ഏരിയയിലാണ് നമ്മൾ പോവുക. ആ ഏരിയയിൽ പോയിട്ട് ശരിക്കും ലോക്ക് ചെയ്യാന്ന് പറയില്ല നമ്മൾ, അങ്ങനെ തന്നെ എല്ലാവരും വേണം. ഫുള്ള് ആളുകൾ 21, അവർക്ക് പറ്റുന്ന ഡേറ്റാണ് നമ്മൾ തീരുമാനിക്കുക. അത് ഏകദേശം ഡിസംബർ അല്ലെങ്കിൽ ഏപ്രിൽ മെയ് ആ രൂപത്തിലാണ് നമ്മളത് സെറ്റ് ചെയ്യുക. അതിലുണ്ടാവുന്നൊരു സംഗതി, കഴിഞ്ഞ ഒരു വർഷത്തെ, കഴിഞ്ഞ ക്യാമ്പ് മുതൽ ഈ ക്യാമ്പ് വരെ ഉള്ള ഓരോരുത്തരെയും കുറിച്ചുള്ള ഇവാലുവേഷൻ. രണ്ടാമത്തേത്, ഈ ക്യാമ്പ് മുതൽ അടുത്ത ക്യാമ്പ് വരെ, അടുത്ത ഒരു വർഷത്തേക്കുള്ള നമ്മുടെ പുതിയ പ്രവർത്തനങ്ങൾ. ഒരു വണ്ടി വാങ്ങുക എന്നുള്ളത് ആ ഒരു ആശയം ഒരു ക്യാമ്പിൻ്റെ ആശയമാണ്. എന്നതുപോലെ ഓരോ വർഷവും കൂടുന്നു, ആ ക്യാമ്പിൽ നമ്മൾ തീരുമാനിക്കുന്നു. അതേപോലെ തന്നെ അത് അടുത്ത ക്യാമ്പിൽ എന്ത് ചെയ്യാണ് നമ്മൾ നടപ്പാക്കിയോ എന്നുള്ളതിനെ പറ്റിയിട്ടുള്ള ഒരു അല്ലെങ്കിൽ എന്താണ് അതിന് തടസ്സമായിട്ടുള്ളത്. ഇപ്പം നമ്മൾ 2-3 ക്യാമ്പിൽ തീരുമാനിച്ചൊരു സാധനം ഇപ്പം നമുക്ക് നടത്താൻ പറ്റിയില്ല. 24 മണിക്കൂർ ഹോം കെയർ എന്നുള്ളൊരു സംവിധാനം നമ്മൾ ആലോചിച്ചിട്ടുണ്ട്. അതിനുള്ളൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ഇവിടെ ആ രാത്രിയിൽ കൊണ്ടുപോകാൻ പറ്റിയ രൂപത്തിൽ അവൈലബിളായ നമ്മുടെ നഴ്സുമാരെ കിട്ടാനില്ല. നമ്മുടെ അയൽവാസികൾ ആണ് ഇവിടെയുള്ള നഴ്സുമാരുണ്ട്, പക്ഷെ അവരെന്താ വെച്ചാൽ ഡേ ടൈമിൽ വരുന്നത് കൊണ്ട് രാത്രി കുടുംബം കൂട്ടമൊക്കെ ആവുന്നതുകൊണ്ടുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ കഴിഞ്ഞ പ്രാവശ്യത്തെ ഒരു ചർച്ച, ഇനി അടുത്ത് നമ്മൾ ഒന്നുകൂടെ ഊർജ്ജസ്വലമായി പോകാനുള്ള കാരണം ഒരു IP തുടങ്ങുക എന്നുള്ളതാണ്. IP അറിഞ്ഞത് എന്താ കേട്ടിക്ക് മനസ്സിലായോന്നാവോ? നമ്മൾ എന്ത് ചെയ്യുന്നു, ഇവിടെ അഡ്മിറ്റ് ചെയ്യാനുള്ള ഒരു സൗകര്യം എന്നുള്ളതാണ്. അതിൻ്റെ ആശയം നമ്മൾ പങ്കുവെച്ചു. കഴിഞ്ഞ എക്സിക്യൂട്ടീവിൽ നമ്മൾ ചർച്ച ചെയ്തു. അതിന് ചർച്ച ചെയ്തപ്പോൾ നമ്മുടെ എക്സിക്യൂട്ടീവ് മെമ്പർ ഒരാൾ, നമ്മുടെ ഏറ്റവും അടുത്തുള്ള ഒരാൾ 7 സെൻറ്റ് സ്ഥലമാണ് എന്ത് ചെയ്തത്, അതിനുവേണ്ടി എക്സിക്യൂട്ടീവ് മെമ്പർ കൈരളി ഭാഗത്താണ് നമുക്ക് അതിനുള്ള സ്ഥലം തന്നിട്ടുള്ളത്. അപ്പോൾ അതിങ്ങനെ കൈരളി ഭാഗത്തായതുകൊണ്ട് ഒരു ചെറിയ പ്രയാസം നമുക്ക് എന്താ വെച്ചാൽ, ഇവിടെ ഹെഡായി അങ്ങോട്ട് പോയി വരാനും അവിടെയുള്ള സൗകര്യക്കുറവുണ്ട്. പക്ഷേ മൂപ്പര് അതിന് പെർമിഷൻ തന്നത്, അല്ലെങ്കിൽ നിങ്ങൾ ആ സ്ഥലം വിറ്റിട്ട് സൗകര്യം പോലെ എന്ത് ചെയ്യാം, നമുക്ക് ബാക്കിയുള്ളത് വരുന്ന സമയത്ത് ചെയ്യാം. ഇപ്പോൾ 7 സെൻറ്റ് സ്ഥലം നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇടത്തനാട്ട ഇതുമായി ബന്ധപ്പെട്ട എവിടെയെങ്കിലും നമുക്കൊരു 5 സെൻറ്റ് സ്ഥലം കിട്ടുകയാണെങ്കിൽ അത് വിറ്റ് ബാക്കിയുള്ള കാര്യങ്ങളും കൂടെ ചെയ്യുകയാണെങ്കിൽ അത് നടക്കും. IP ഉണ്ടാകുമ്പോൾ എന്താ വെച്ചാൽ, അവിടെ ലൈവായിട്ട് രാത്രിയിലും എന്തുണ്ടാവും, അഡ്മിറ്റ് ഉണ്ടാവും. ഇത് പറയാൻ കാരണം എന്താ അറിയോ, പിന്നെ ഈ ഹോസ്പിറ്റലിൽ നിന്ന് മടക്കി വീട്ടിലേക്ക് കൊടുന്നിട്ട് ആ പേഷ്യൻ്റ് എന്തായാലും മരണപ്പെടുകയാണ്. പക്ഷേ അങ്ങനെ കിടക്കുമ്പോൾ
വീട്ടുകാർക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണ്ട എന്നുണ്ടെങ്കിലും കൂടിയിരിക്കുന്ന നാട്ടുകാരെന്താ പറയാ, അങ്ങനെ കടന്നിട്ട് പോലും അതിനൊന്നും ഹോസ്പിറ്റലിൽ കൊണ്ടുപോയില്ല എന്ന് പേടിച്ചിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, പല മക്കളും ഈ രക്ഷിതാക്കളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയില്ല. ഹോസ്പിറ്റലിൽ കൊണ്ടുപോയാൽ എന്താ അവസ്ഥ, ICUയിലും വെന്റിലേറ്ററിൽ ഇട്ടിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? അപ്പോൾ അവിടെ ഒരു ചൂഷണം നടക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ ചൂഷണം എന്ന് പറഞ്ഞാൽ എന്താ വെച്ചാൽ, ഈ പേഷ്യൻറ്റിനെ അവിടെ കൊണ്ടുപോയിട്ട് അവർ തരുന്ന ബില്ല് കൊടുക്കുക, ഒരു ഇതായിട്ട് നടക്കുന്നുണ്ട് പലപ്പോഴും. അതില്ലാതാവണമെങ്കിൽ എന്ത് വേണം, ഇങ്ങനെ ഒരു IP സംവിധാനം വേണം. എന്ന് പറഞ്ഞാൽ മരണമാസന്നമായി ഇനി ഒന്നും ചെയ്യാനില്ല എന്ന് പറയുന്ന ആളുകളെ നമ്മൾ എന്ത് ചെയ്യുന്നു, അവിടെ കൊണ്ടുപോകണം. പാലിയേറ്റീവിൻ്റെ നേതൃത്വത്തിൽ അവിടെ കൊണ്ടുപോകണം. അവിടെ നേഴ്സ് ഉണ്ടാവും, അവർക്ക് അത്യാവശ്യമുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കാൻ പറ്റും. അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, നല്ല ഒരു മരണം അവർക്ക് കൊടുക്കാൻ പറ്റും. അതേപോലെ തന്നെ നമ്മൾ നടപ്പാക്കിയ ഒരു സംവിധാനം എന്താ വെച്ചാൽ, പാലിയേറ്റീവിൽ ഇപ്പോൾ പാലക്കാട് ജില്ലയിൽ നമ്മളാണത് തുടങ്ങിയെന്ന് തോന്നുന്നുണ്ട്. എന്താ വെച്ചാൽ, ഇപ്പോൾ ഞാൻ പേഷ്യൻ്റാണ്, ഞാൻ മരണപ്പെട്ടാൽ നമ്മൾ അവിടെ ആ കുടുംബവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ പ്രവർത്തനങ്ങളിൽ എന്തെങ്കിലും പോരായ്മകളുണ്ടോ എന്നുള്ളത് എന്ത് ചെയ്യാണ്, അവരടുത്ത് നമ്മളൊന്ന് പോയിട്ട് അന്വേഷിക്കാം. ഒന്ന്, നഴ്സിൻ്റെ ഇടപെടൽ മോശം ഉണ്ടായിട്ടുണ്ടോ, വളണ്ടിയറുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ടോ, നിങ്ങൾക്ക് കിട്ടേണ്ട സാധനം കിട്ടേണ്ട സമയത്ത് ആവശ്യമുള്ള സമയത്ത് കിട്ടാതെ പോയിട്ടുണ്ടോ എന്ന് പറഞ്ഞാൽ എന്താ, ഇപ്പം ഞാൻ രോഗിയായി കിടക്കുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും കുറവുണ്ടോ എന്ന് ചോദിച്ചാൽ എന്താ പറയുക, ഇല്ല, കാരണം ഉണ്ട് എന്ന് പറഞ്ഞാൽ ഇനി കിട്ടിയില്ലെങ്കിലോ എന്നാണ്. എന്നാൽ ഞാൻ മരണപ്പെട്ടതിൻ്റെ ശേഷം വന്നിട്ട് പറയുകയാണെങ്കിൽ അപ്പോൾ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഓപ്പൺ ആയിട്ട് പറയാൻ പറ്റും. അത് നമ്മുടെ ക്ലിനിക്കിൻ്റെ പ്രവർത്തനത്തെ എന്ത് ചെയ്യാൻ പറ്റും, നന്നാക്കാൻ പറ്റും. നമ്മൾ ഇവാലുവേഷൻ എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. അത് വ്യക്തികളാണെങ്കിലും പ്രവർത്തനം, നമ്മൾ വലിയ സംഭവം ചെയ്യുന്നതല്ല, നമ്മൾ ചെയ്യുന്ന നിസ്സാര സംഭവമാണ്. പക്ഷേ അത് നമ്മൾ ആളുകൾക്ക് ഇഷ്ടപ്പെടുന്ന രൂപത്തിലും ആവശ്യത്തിനും ഇത് കിട്ടുക, അത് വിചാരിച്ചിട്ടല്ലേ ഇടത്തനാട്ടിൽ നിന്ന് ഈ ആളുകളൊക്കെ പൈസ തരുന്നത്. ഇവരെടുത്ത് ഇത് കൊടുത്താൽ ഇത് നമുക്ക് ആവശ്യത്തിന് കിട്ടും. അത് കിട്ടുന്നുണ്ട് എന്ന് ഉറപ്പാക്കൽ അതിൻ്റെ കൂടെ നടക്കുന്ന ആളുകളുടെ ഒരു ഉത്തരവാദിത്തമാണ് എന്നുള്ളത് തിരിച്ചറിവ് കൊണ്ടാണ് ഈ 2 ദിവസം നമ്മൾ വർഷത്തിൽ എന്ത് ചെയ്യുന്നത്, ഇങ്ങനെ മാറി നിന്ന് ഇവാലുവേഷനും അടുത്ത പ്ലാനിങ്ങും, ഇനി അടുത്തതിരിക്കുമ്പോൾ ഈ വർഷത്തെ ഇവാലുവേഷനും അടുത്ത പ്ലാനിങ്ങും, ആ രൂപത്തിലേക്കാണ് ഇതിൻ്റെ വളർച്ച ഉണ്ടാകുന്നത്. ഞാൻ ഈ കാര്യം പറയണമെന്ന് വിചാരിച്ചൊരു കേസാണ്. അതായത് ഒരുപാട് പ്രവർത്തനങ്ങൾ 18 വർഷം കൊണ്ട് ചെയ്ത പാലിയേറ്റീവ് ഇടത്തനാട്ടുകര ഇനി ഒരു അടിപൊളി ഒരു പ്ലാന് പ്രതീക്ഷിക്കുന്നുണ്ട്. ഒരു നല്ലൊരു പദ്ധതി, നല്ലൊരു ആശയം നമ്മുടെ ഈ നാട്ടിലുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള നല്ല വല്ല ആശയം ഉണ്ടോ എന്നുള്ളത് ചോദിക്കണമെന്ന് വിചാരിച്ചിരുന്നു. അതെന്തായാലും അതിൻ്റെ ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് ചെയ്ത് തീർത്തിട്ടുണ്ട്. ഒരു നല്ല മനസ്സിനുടമയാണ് നമുക്കറിയുന്ന ഒരു സുഹൃത്താണ്. എന്തായാലും അത് അതിൻ്റെ ആയിട്ടുള്ള രൂപത്തിൽ നന്നായി വരട്ടെ എന്ന് ആശംസിക്കുന്നു. അതോടൊപ്പം തന്നെ നമുക്കെല്ലാവർക്കും ഇടത്തനാട്ടുകര പാലിയേറ്റീവിനെ എന്നും നെഞ്ചോട് ചേർത്ത് പിടിച്ച നമ്മുടെ എല്ലാ ആളുകളും ഈ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് ഒന്നിക്കണം. കാരണം നമ്മൾ പ്രായമായി കഴിയുന്ന സമയത്തെങ്കിലും, അല്ലെങ്കിൽ നമ്മുടെ കാലം കഴിഞ്ഞിട്ട് ഇനി വരുന്നൊരു തലമുറ പ്രായമാകുന്ന സമയത്തെങ്കിലും നമ്മളതിനൊരു കാരണക്കാരായി മാറേണ്ട രൂപത്തിലേക്ക് നമ്മളെ ഈ ഒരു ആശയത്തിൽ എല്ലാവരും ഒന്ന് ഒത്തുപിടിച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് ഈ ഒരു സംവിധാനം, ഈ ഒരു പദ്ധതി നടപ്പാക്കാൻ സാധിക്കും. വളരെ നന്ദി ബാബു. ഒരുപാട് ഭയങ്കര സന്തോഷമായി. ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിരുന്നതാണ് ഇടത്തനാട്ടുകര പാലിയേറ്റീവ്. ഞാൻ എൻ്റെ ചാനൽ തുടങ്ങുന്ന ഒരു 5 വർഷം മുന്നേ ബാബുവിനോട് സംസാരിച്ചൊരു കേസാണ് ഇടത്തനാട്ടുകര പാലിയേറ്റീവിനെ കുറിച്ച് എനിക്കൊരു ഡോക്യുമെൻ്ററി ചെയ്യണം എന്നുള്ളത്. പക്ഷെ അന്ന് അങ്ങനെ പോയി, അന്ന് നമ്മളാ ഒരു മൂഡിൽ ഔട്ടായി പോയ കേസാണ്. അന്ന് ഓക്കെ എന്നൊക്കെ പറഞ്ഞാണ് സംസാരിച്ചതുമാണ്. പക്ഷെ അത് വളരെ എനിക്കിഷ്ടമായി. ഒരുപാട് കാര്യങ്ങൾ നമ്മൾ സംസാരിച്ചു. ഒരുപാട് തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്ന, സമൂഹത്തിൽ തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്ന ഒരുപാട് വിഷയങ്ങളെ വളരെ മനോഹരമായി ആൻസർ തന്ന് പൊതുജനങ്ങൾക്ക് മനസ്സിലാകുന്ന രൂപത്തിലേക്ക് അത് പറഞ്ഞ് മനസ്സിലാക്കാൻ കഴിഞ്ഞതിൽ ബാബുവിനോട് വളരെയധികം നന്ദി രേഖപ്പെടുത്തുന്നു. അതോടൊപ്പം തന്നെ നമുക്ക് ഇടത്തനാട്ടുകര പാലിയേറ്റിന് വേണ്ടി നമ്മുടെ നാട്ടുകാരെല്ലാവരും ആ ഒരു പുതിയ പദ്ധതി, പുതിയ ആശയം നടത്തട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു.